ഹായ് ഫ്രണ്ട്സ്, നമ്മളെ ഉബുണ്ടു ഒരു ലാപ്ടോപ്പിൽ എങ്ങനെയാണ് ഉബുണ്ടു ഇൻസ്റ്റാൾ ചെയ്യുന്നതെന്ന് നോക്കാം നമുക്ക്. അപ്പോൾ ആദ്യമായി നമ്മൾ ചെയ്യേണ്ടത് ഒരു പെൻഡ്രൈവിനെ ബൂട്ടബിൾ പെൻഡ്രൈവായി മാറ്റാം. ആ പെൻഡ്രൈവ് ഇവിടെ USB ആയി കണക്ട് ചെയ്യുക. അതിനുശേഷം നമ്മൾ ലാപ്ടോപ്പ് ഓൺ ചെയ്യുന്നു. അതിനുശേഷം ഡെൽ എന്ന PCയിൽ ലാപ്ടോപ്പിൽ F12 പ്രസ് ചെയ്ത് 2-3 പ്രാവശ്യം പ്രസ് ചെയ്യാം. അപ്പോൾ ഇപ്പോൾ ഇങ്ങനെ വന്നു. ഇങ്ങനെ വന്നതിന് ശേഷം നമ്മുടെ ബൂട്ടബിൾ DVS ഏതാണോ പറഞ്ഞ് കാണിക്കുന്നുണ്ട്. അത് നമ്മുടെ ബൂട്ടബിൾ DVS സ്കാൻ ഡിസ്ക് ആണ്. പാർട്ടീഷൻ ടു സ്കാൻ ഡിസ്ക് UEFI ആണ് നമ്മുടെ പെൻഡ്രൈവ്. അത് സെലക്ട് ചെയ്ത് കൊടുക്കുക. അത് സെലക്ട് ചെയ്ത് പറഞ്ഞാൽ നമ്മൾ ഈ കീ വെച്ചിട്ടാണ് സെലക്ട് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ജസ്റ്റ് ഒന്ന് താഴേക്ക് ആക്കാം. എന്നിട്ട് എൻ്റർ അടിച്ച് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ആ പെൻഡ്രൈവ് ഒന്ന് ബൂട്ട് ചെയ്യും. ഇപ്പം കുറേ ഓപ്ഷൻസ് വന്നിട്ടുണ്ട്. നമ്മൾ രണ്ടാമത്തെ ഓപ്ഷൻ തിരഞ്ഞെടുക്കാം, എൻ്റർ അടിക്കാം. ഒന്നും കൂടി എൻ്റർ ചെയ്യാം. ഇപ്പം 3 ഓപ്ഷൻസ് വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ രണ്ടാമത്തെ ഓപ്ഷനായ സേഫ് ഗ്രാഫിക്സ് എന്ന മോഡിൽ ഉബുണ്ടു സേഫ് ഗ്രാഫിക്സ് എന്ന മോഡിൽ അത് എൻ്റർ അടിക്കാം. ഇപ്പോൾ നമ്മൾ ഉബുണ്ടു ഇൻസ്റ്റലേഷനാണ് ഇവിടെ കാണിക്കപ്പെടുന്നത്. ഉബുണ്ടു പെൻഡ്രൈവ് എന്ന് ബൂട്ടിങ് ചെയ്ത് വന്നിട്ടുണ്ട്. ഇതിനകത്ത് 2 ഓപ്ഷൻ ചോദിക്കുന്നുണ്ട്. അത് ട്രൈ പറഞ്ഞ് കൊടുത്തു കഴിഞ്ഞാൽ അത് നമ്മൾ ലൈവായിട്ട് ഉബുണ്ടു ഓപ്പൺ ആയിട്ട് വരും. നമുക്ക് ലൈവല്ല വേണ്ടത്, നമുക്ക് ഇൻസ്റ്റാൾ എന്നാണ് വേണ്ടത്. അത് ഇൻസ്റ്റാൾ എന്ന് കൊടുക്കുക. ഇപ്പം ഇങ്ങനെ വന്നു. ലാംഗ്വേജ് സെലക്ഷനാണ്, അല്ല കീബോർഡ് ലേഔട്ടാണ്, കീബോർഡ് ലേഔട്ട് വന്നു. ഇനി നമ്മളെന്ത് ചെയ്യുക പറഞ്ഞാൽ കീബോർഡ് ലേഔട്ട് നെക്സ്റ്റ് കൊടുക്കാം. അത് കണ്ടിന്യൂ എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്. കണ്ടിന്യൂ പറഞ്ഞ ഓപ്ഷൻ ക്ലിക്ക് ചെയ്യാം. പിന്നെ ഇവിടെ കാണിക്കുന്നത് നമ്മളെ സിസ്റ്റത്തിൻ്റെ വൈഫൈ അഡാപ്റ്റേഴ്സാണ് കാണിക്കുന്നത്. D-Link, കേരള വിഷൻ, ശ്രീനെറ്റ് അങ്ങനെ പറഞ്ഞ് കുറേ ഓപ്ഷൻസ് കാണിക്കുന്നുണ്ട്. അതൊന്നും ചെയ്യണ്ട. ഇപ്പോൾ നിങ്ങൾ ഇവിടെ കണ്ടിന്യൂ കൊടുക്കാം. വീണ്ടും വന്നു അപ്ഡേറ്റ് ആൻഡ് അതർ സോഫ്റ്റ്വെയർ. അത് ഒന്നും ചെയ്യേണ്ട, അത് കണ്ടിന്യൂ കൊടുക്കാം നിങ്ങൾ. ഇപ്പോൾ പാർട്ടീഷൻ ടേബിൾ വന്നിട്ടുണ്ട്. അത് പാർട്ടീഷൻ ടേബിൾ എന്താ ശ്രദ്ധിക്കേണ്ടി പറഞ്ഞാൽ, പാർട്ടീഷൻ ടേബിളിൻ്റെ അകത്ത് ഇപ്പം നമ്മളൊരു ലാപ്ടോപ്പിൻ്റെ അകത്ത് വിൻഡോസും ഉണ്ട്, ഉബുണ്ടു വിൻഡോസ് ഉണ്ട് ഓൾറെഡി ഉണ്ട്. അതിൽ നമുക്ക് ഉബുണ്ടു ഇൻസ്റ്റാൾ ചെയ്യുന്നതാണ് ഞാനിപ്പോൾ കാണിക്കാൻ പോകുന്നത്. അപ്പോൾ നമ്മളിപ്പോൾ ശ്രദ്ധിക്കേണ്ടത് പറഞ്ഞാൽ നമ്മൾ ഇവിടെയാണ് കൂടുതലായിട്ട് ശ്രദ്ധിക്കേണ്ടത്. എന്താ പറഞ്ഞാൽ ഇവിടെ നമ്മൾ ഇറേസിങ് ഉബുണ്ടു എന്ന് പറഞ്ഞ് നമുക്ക് ടിക്ക് കൊടുത്തിട്ട് കണ്ടിന്യൂ ഇൻസ്റ്റാൾ കൊടുത്തു കഴിഞ്ഞാൽ നമ്മളെ വിൻഡോസ് അത് റിമൂവായി ഉബുണ്ടു മാത്രം ഇൻസ്റ്റാൾ ആവും. അപ്പോൾ അത് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് വരുന്നെങ്കിൽ സം ടൈം ഇതിൻ്റെ ഓപ്ഷൻ ഉണ്ട്, അത് കൊടുക്കാം. അതിനുശേഷം കണ്ടിന്യൂ കൊടുക്കാം. അപ്പോൾ നമ്മൾ പാർട്ടീഷൻ ടേബിൾ ഇവിടെ വന്നിട്ടുണ്ട്. ഇനി നമ്മളിപ്പം ഇതിൻ്റെ അകത്ത് ഇത് കുറച്ച് താഴേക്കാക്കാം. അപ്പോൾ ഈ ലാപ്ടോപ്പിൻ്റെ അകത്ത് ഓൾറെഡി ഉബുണ്ടു ഉണ്ട്. അപ്പോൾ ഈ 2 പാർട്ടീഷനാണ് ഉബുണ്ടുവിൻ്റെ പാർട്ടീഷൻസ്. അപ്പോൾ ഈ 2 പാർട്ടീഷനെ നമുക്ക് ഒന്ന് റിമൂവ് ചെയ്യാം. മൈനസ് എന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞെങ്കിൽ അത് ഓൾറെഡി റിമൂവ് ആവും. അടുത്തത് നമുക്ക് റിമൂവ് ചെയ്യാം.
ഇതിൻ്റെ അകത്ത് സാപ്പ് ഏരിയ പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്, അതും കൂടി നമുക്ക് റിമൂവ് ചെയ്യാം. ഇപ്പോൾ നമുക്ക് സ്പേസ് കിട്ടി. സ്പേസായി നമ്മൾ ഉബുണ്ടു ചെയ്യാൻ വേണ്ടിയിട്ട് അതിൻ്റെത്തേക്കാണ് നമ്മൾ ഉബുണ്ടു ഇൻസ്റ്റാൾ ചെയ്യൽ. ഓൾറെഡി നമുക്കൊരു 46 GB ഫ്രീ ആയിട്ട് കിട്ടി. നമുക്ക് 46 GB വേണ്ട, ഒരു 30 GB മാത്രമേ ഫ്രീ ആയിട്ട് വേണ്ടൂ നമുക്ക്. അപ്പം നമുക്ക് ഇത്രയും ഒരു 30 GB ഉണ്ടെങ്കിൽ നമുക്ക് ഉബുണ്ടു ഇൻസ്റ്റാൾ ചെയ്യാം. സാധാരണ ഒരു ലാപ്ടോപ്പിൽ ഇൻസ്റ്റാൾ ചെയ്യും. പിന്നെ നമുക്കൊരു ക്രിയേറ്റ് ചെയ്യാം. ക്രിയേറ്റ് ചെയ്തിട്ട് ഇതിനൊരു ഫസ്റ്റ് ഓപ്ഷൻ നമ്മൾ ഇവിടെ സാപ്പ് ഏരിയ എന്ന് കൊടുക്കാം. കുറച്ച് താഴായി കഴിഞ്ഞ് സാപ്പ് ഏരിയ ഇവിടെ കിട്ടും. എൻ്റെ സെലക്ട് ചെയ്യാം. അതിനുശേഷം ഇതൊരു നമ്മളൊരു 10000 കൊടുക്കാം. അതിനുശേഷം ഓക്കെ കൊടുക്കാം. അപ്പോൾ ഒരു 10 GB അതിന് യൂസ് ചെയ്യും. ക്രിയേറ്റ് ആകുന്നുണ്ടത്. ഇപ്പം അതൊരു 10 GB ക്രിയേറ്റ് ചെയ്യും. ബാക്കിയുള്ള സ്പേസ് അങ്ങനെ തന്നെ ആഡ് ചെയ്യുക. സ്ലാഷ് എന്നൊരു ഓപ്ഷൻ ഉണ്ട്. മൗണ്ട് പോയിൻറ്റിൻ്റെ അകത്ത് സ്ലാഷ് എന്നൊരു ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ അത് ഓക്കെ കൊടുക്കാം. ഇപ്പം 2 പാർട്ടീഷനും ഇവിടെ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അതായത് ഒന്ന് സ്ലാബ് ഏരിയ, എക്സ്റ്റെൻഡ് ഫോറം എന്ന 2 പാർട്ടീഷനും ഇവിടെ ക്രിയേറ്റ് ആയിട്ടുണ്ട്. ഇനി നമ്മളിവിടെ കണ്ടിന്യൂ ഓപ്ഷനിലേക്ക് ക്ലിക്ക് ചെയ്യാം. ഇവിടെ ഡു യു വാണ്ട് റിട്ടേൺ ടു ദ പാർട്ടീഷൻ എന്ന് ചോദിക്കുന്നുണ്ട്. നമുക്കത് കണ്ടിന്യൂ കൊടുക്കാം. വീണ്ടും ചോദിക്കുന്നത് റൈറ്റ് ദ ചേഞ്ച് ദ ഡിസ്ക്, കണ്ടിന്യൂ കൊടുക്കാം. ഇനി ഇത് നമുക്ക് ലൊക്കേഷൻ, അതായത് നമ്മൾ ഇന്ത്യയാണ് ഇവിടെ ക്ലിക്ക് ചെയ്യേണ്ടത്. കൊൽക്കട്ട എന്ന് വരും. ഇന്ത്യൻ്റെ മുകളിൽ ക്ലിക്ക് ചെയ്തെങ്കിൽ കൊൽക്കട്ട വരും. വീണ്ടും നമ്മൾ കണ്ടിന്യൂ കൊടുക്കാം. ഇനി ഇവിടെ നമ്മളെ പേര് കൊടുക്കാൻ വേണമെങ്കിൽ നമ്മൾ യൂസറിന് കൊടുക്കാം. പാസ്വേഡും നമ്മൾ യൂസറിന് തന്നെ കൊടുത്താൽ മതി. ഇനി നമുക്ക് നമ്മളിപ്പം ഉബുണ്ടു ഓപ്പൺ ചെയ്ത് വരുന്ന സമയത്ത് അതിൻ്റെ അകത്ത് പാസ്വേഡ് പ്രൊട്ടക്റ്റ് വേണമെങ്കിൽ നമ്മൾ ഇത് പാസ്വേഡ് ഈ ഓപ്ഷൻ കൊടുക്കുക. ഇല്ലെങ്കിൽ ലോഗിൻ ഓട്ടോമാറ്റിക്കലി കൊടുത്തു കഴിഞ്ഞെങ്കിൽ അത് ഓട്ടോമാറ്റിക്കലായിട്ട് ഓപ്പൺ ആയിട്ട് വരും. അപ്പോൾ നമ്മൾ രണ്ടാമത്തെ ഓപ്ഷനാണ് കൊടുക്കുന്നത്. വീണ്ടും കണ്ടിന്യൂ കൊടുക്കുക. ഇവിടെ ഇനിയിപ്പം ഇൻസ്റ്റലേഷൻ സ്റ്റാർട്ട് ആയിട്ടുണ്ട്. അത് ഇൻസ്റ്റാൾ ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് ടൈം നമ്മൾ വെയിറ്റ് ചെയ്യാം. നമ്മൾ ഇൻസ്റ്റലേഷൻ ഏകദേശം കംപ്ലീറ്റ് ആവാൻ പോവുകയാണ്. ഇതിൻ്റെ ബാക്കിയുള്ള ഇതെല്ലാം ചെക്ക് ചെയ്തു. ഹാർഡ്വെയറും അതിൻ്റെ ഹാർഡ്വെയറൊക്കെ ചെക്ക് ചെയ്തിട്ടാണ് ഇത് ഇൻസ്റ്റലേഷൻ കംപ്ലീറ്റ് ആവാൻ പോകുന്നത്. ഏകദേശം കംപ്ലീറ്റ് ആവാൻ പോകുന്നുണ്ട് ഇൻസ്റ്റലേഷൻ. ഇപ്പം ഇൻസ്റ്റലേഷൻ കംപ്ലീറ്റായി. ഇപ്പോൾ കംപ്ലീറ്റായ ഇൻസ്റ്റലേഷൻ ഒന്ന് കമ്പ്യൂട്ടറിൽ റീസ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ചോദിക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ റീസ്റ്റാർട്ട് കൊടുത്തു. ഇതിന് ഒന്ന് ബൂട്ടിങ് ചെയ്യും.
ഇപ്പോൾ ഇനിയിപ്പം കംപ്ലീറ്റ് ആയി. ഇനി ഒന്ന് എൻ്റർ അടിച്ചിട്ട് നമ്മൾ പെൻ ഡ്രൈവ് റിമൂവ് ചെയ്യാം. പെൻ ഡ്രൈവ് റിമൂവ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ബൂട്ടായിട്ട് വരുന്നുണ്ട്. വിൻഡോസ് കംപ്ലീറ്റ് ആയിട്ട് വിൻഡോസ് വീണ്ടും ഓപ്പൺ ആവുന്നുണ്ട്. ഉബുണ്ടു ഓപ്പൺ ആവുന്നുണ്ട്. ഇപ്പോൾ ഉബുണ്ടു ഓപ്പൺ ആയിട്ടുണ്ട്. ഉബുണ്ടു ഓപ്പൺ ആവുന്ന സമയത്ത് നേരത്തെ നമ്മൾ പാസ്വേഡ് വഴി ഓപ്പൺ ആവുന്നതാണോ എന്ന് നമ്മളോട് ചോദിച്ചിരുന്നു. അപ്പം നമ്മൾ അതാണ് കൊടുത്തിട്ടുള്ളത്. അതുകൊണ്ട് ഇവിടെ പാസ്വേഡിൻ്റെ ഓപ്ഷനിൽ വന്ന് കിടക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ എൻ്റർ അടിച്ച് കഴിഞ്ഞാൽ ഇവിടെ ഒരു പാസ്വേഡ് അടിക്കേണ്ട സ്ഥലം വരും. അപ്പോൾ അവിടെ നമ്മൾ നേരത്തെ കൊടുത്ത പാസ്വേഡ് യൂസർ എന്ന് ടൈപ്പ് ചെയ്യുക. എൻ്റർ അടിച്ച് കൊടുത്തു കഴിഞ്ഞാൽ നേരെ ഉബുണ്ടു ഓപ്പൺ ആവും. ഇപ്പം നമ്മൾ ഉബുണ്ടുവിൻ്റെ ഓപ്പൺ ആയിട്ടുണ്ട്. ഉബുണ്ടുവിൻ്റെ പുതിയ വെർഷനാണിത്. 22 ആണ്. 20.4 64 ബിറ്റാണ് നമ്മൾ ഇൻസ്റ്റലേഷൻ ചെയ്തിട്ടുള്ളത്. അപ്പോൾ താങ്ക് യു. നിങ്ങളൊന്ന് ട്രൈ ചെയ്യും. ഓക്കെ, താങ്ക് യു.